അല്ല ഇന്നലെ ഇപ്പോൾ 300 റൺസ് എടുത്ത് ഭയങ്കര സംഭവമായി എന്നൊക്കെ കേട്ടു. ആദ്യം നിങ്ങൾ ബാറ്റ് ചെയ്താൽ പിന്നെ എടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഞങ്ങൾ ബാറ്റ് ചെയ്താൽ വരുമായിരുന്നു. അല്ല എന്തൊക്കെയായിരുന്നു IPL തുടങ്ങുമ്പോൾ ഞങ്ങളെ ബാറ്റിങ് അതാണ് ഇതാണ്, എല്ലാ കളിയിലും മിനിമം 200, മാക്സിമം റെക്കോർഡ് ഇട്ട് 300, അതൊക്കെ 150 കിടക്കുവോ? 4 കളിയല്ലേ 10 കളി കിടക്കുവോ? 300 എന്നുള്ള റെക്കോർഡ് ഇത്തവണ നിങ്ങളെ വലിയ തല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, തല അടിച്ചു പൊട്ടിക്കും. അത് എന്ത് കാര്യമാണ്? തലനൊക്കെ എടുത്ത് ഒഴിവാക്കിയില്ലേ? എന്തിനാണ് ഹെഡ് എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് തന്നെ വരിക? അപ്പൊ 4 കളി കളിച്ച്, 2 കളി മൂപ്പര് നന്നായി കളിച്ച്, 2 കളി ഫോം ഔട്ട് ആണോ? അത് മാത്രല്ലേ, നിങ്ങളെ ടോപ്പ് 4 ഇപ്പൊ എന്താ അവസ്ഥ? അതാ പറയും, ഇന്നലെ എല്ലാം ഒരു ദിവസം അതൊക്കെ വളരെ അപൂർവമായിട്ട് ഹെഡ് കണക്കാണ്, അഭിഷേക് ശർമ്മ കണക്കാണ്, പിന്നെ മുംബൈന്ന് വലിയ സംഭവമാക്കി ഫസ്റ്റ് സെഞ്ചുറി അടിച്ചെന്നൊക്കെ ഓൻ കണക്കാണ്. കളി മോശമായി. പിന്നെ നമ്മളെ റെഡ്ഡിക്കൊക്കെ ഇന്നലെ കളിക്കായി ചില ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കും. മൊത്തം മോശം. ഇനി പിന്നെ അത് കൊടുക്കട്ടെ, മോശം കിടക്കട്ടെ, നിങ്ങളെ ക്യാപ്റ്റനോ അത് ബാറ്റ് കൊണ്ട് എടുക്കണേയും കുഴപ്പമില്ല, അത് ബോൾ കൊണ്ട് ഇങ്ങനെ കൊടുക്കന്നെ, വാരി കോരി കൊടുക്കുക. ഞങ്ങളെ ബാറ്റ്സ്മാരെ അത് പറയാം. വെങ്കടേഷ് അയ്യറിന്റെ കാര്യം, നിങ്ങള് കമ്മിൻസിന്റെ കാര്യം തന്നെ പറയാൻ എത്രയോ ബാക്കിയാണ്. മൈറ്റി തരം മൈറ്റി ഓസീസിന്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞാണ് വന്ന് ക്യാപ്റ്റന്മാരിൽ ഏറ്റവും കൂടുതൽ റൺ വിട്ടെടുത്ത മനുഷ്യൻ. അല്ല, ഞാൻ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ വെങ്കടേഷ് അയ്യർ അടിച്ചത് നിങ്ങൾ ഈ പറയുന്നത്, വെങ്കടേഷ് അയ്യർക്ക് 10-24 കോടിന്റെ അടുത്ത് കൊടുത്തിട്ട് 2-3 കളിയിൽ മുതലൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു കളി ഫോമായി. അപ്പൊ ഞങ്ങൾ ഇഷാൻ കിഷനും മൂപ്പരും ഒരുപോലെയാണ്. ഇഷാൻ കിഷൻ ഒരു കളി ഫോമായി, മൂപ്പരും ഒരു കളി ഫോമായി. അതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. അതല്ല, നിങ്ങള് ഞങ്ങളെ 2 വിക്കറ്റ് ഫസ്റ്റ് ആണ് പോയപ്പോ നിങ്ങൾ വിചാരിച്ചു കൂടി അങ്ങോട്ട് ഉണ്ടാക്കും അറിഞ്ഞിട്ട് ഒരു കളി ഒരു ഫ്ലൂക്കിന് അടിച്ചു. നിങ്ങളെ ക്യാപ്റ്റനൊക്കെ എന്തോ പിന്നെന്താ രഘുവംശി, എന്തോ ഒരു കളി, എന്തോ ഒരു കളിയാണ്. അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഇങ്ങനെ വന്നപ്പോ പിന്നെ വെങ്കടേഷ് അയ്യര്, പിന്നെ നിങ്ങൾ പറഞ്ഞ തീരെ ഫോമില്ല, എന്തിനാണെന്ന് പറഞ്ഞ റിങ്കു സിംഗ്. ചില ദിവസങ്ങളില് എന്തോ ഈ കളിയൊന്നും നിങ്ങൾ മുംബൈ പോയപ്പോ കണ്ടില്ലല്ലോ. അപ്പൊ ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത്ര അങ്ങനെ പറഞ്ഞു നിൽക്കാനേ പറ്റുള്ളൂ. 300 റൺസ് മാത്രം ഉണ്ടാവുള്ളൂ. 4 കളി കളിച്ചിട്ട് നിങ്ങൾ 2 റണ്ണല്ലേ ജയിച്ചേ? ഞങ്ങൾക്ക് 2 കളി, ഞങ്ങൾക്ക് 2 പോയിന്റ്, 4 പോയിന്റ്. ഒറ്റ പോയിന്റ് വ്യത്യാസമുള്ളൂ. ഇതിപ്പോ എന്താ വെച്ചാല് ഞങ്ങള് 10ാമതെന്ന് പറയാനല്ലേ, അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാല് 5 ടീമുകൾക്ക് 4 പോയിന്റ്, 5 ടീമുകൾക്ക് 2 പോയിന്റ്, ഈക്വൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ പോവാണ്. ഒറ്റ കളി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനുള്ളൂ. നിങ്ങൾ ഈ വർത്താനം കേട്ടാ വിചാരിച്ചു 4 കളി കളിച്ചിട്ട് 2 പോയിന്റ് ഉള്ളൂ. നിങ്ങൾ 4 കളി കളിച്ചിക്കണേ, 4 പോയിന്റ്. വലിയ വ്യത്യാസമില്ല. 2 ഒറ്റ കളിന്റെ പോയിന്റ് വ്യത്യാസം ഇപ്പൊ ഉള്ളത്. ഇനിയിപ്പോ നിങ്ങളെ ബാറ്റ്സ്മാൻമാര് മൊത്തം മോശം. നിങ്ങളെ ബാറ്റ്സ്മാൻമാരൊക്കെ അടുത്ത കളി കണ്ടോളി. ചക്രവർത്തിനെ തൊടാൻ കഴിയോ? ആർക്കെങ്കിലും ഒന്ന് തൊടുവോ? ബോളൊക്കെ എന്താണ് കറങ്ങി തിരിയുന്നെ, നിങ്ങൾക്ക് കഴിയണില്ല. മൂപ്പര് ഫുള്ള് വെറൈറ്റി ബോളുകൾ. വെറൈറ്റി ഇപ്പൊ നിന്നുകൊണ്ട് ആരെങ്കിലും ഇപ്പൊ തച്ച് തീരുമാനാക്കുക പോലെ ഉണ്ടാവും. അതുവരെ ഇങ്ങനെ വലിയ ആളായി നടക്കും. എത്ര കളിയായി ഇപ്പോ? അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു ടീമിനും മൂപ്പരതെല്ലാം കഴിയും. അതാ ഒരു ഓവറിൽ കിട്ടണി, പിന്നത്തെ ഓവറിൽ വിക്കറ്റും ഫുൾ എക്കണോമിക്കലി ബോൾ ചെയ്യും. അത്ര തന്നെ. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു കളി അങ്ങോട്ട് തോറ്റ് വെച്ചിട്ട് ഇല്ലാതാക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ക്യാപ്റ്റൻ മൈറ്റി ഓസീസിന്റെ ക്യാപ്റ്റനാ. ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. നിങ്ങളാ മൈറ്റി തരം പറഞ്ഞാൽ നിന്നിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചു.